എല്ലാവർക്കും നമസ്കാരം. ഈ അനീഷും ഷാനവാസും തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് നന്നായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം തല്ലി പഴിപ്പിച്ചതായതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് ചീഞ്ഞു പോകും എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അനീഷ് പറഞ്ഞതുപോലെ ഒരു കയ്യകലത്തിൽ നിന്നിരുന്ന സമയത്ത് അത് കാണാനായിട്ടൊരു രസമുണ്ടായിരുന്നു. അനീഷ് കൃത്യമായിട്ട് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്ന സമയത്ത് ഇതിനെ രണ്ടുപേരും ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായിട്ട് അടി ഉണ്ടാക്കുന്നു. അതിനുശേഷം ഇവരത് പാച്ചപ്പ് ചെയ്യുന്നു. പിന്നെ നന്നായിട്ട് തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു, തമാശ പറയുന്നു. അങ്ങനെ ഒരു ഹെൽത്തി ബോണ്ട് ഇവർക്കിടയിൽ നിലനിന്നിരുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയിരുന്നു. പക്ഷേ ഇത് പ്രശ്നം പറ്റിയത് എവിടം തൊട്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇപ്പോൾ ഷാനവാസ് തുടക്കം മുതലേ ഇതിനൊരു ഗെയിമായിട്ട് തന്നെയാണ് ഈ അനീഷുമായിട്ടുള്ള കോംബോ ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒക്കെ കാണുന്നത്. അപ്പോൾ ഷാനവാസ് കൂടുതലായിട്ട് അനീഷിനെ ഷാനവാസിൻ്റെ വരുതിയിലേക്ക് ആക്കാൻ ശ്രമിക്കുകയും അത് ഷാനവാസിൻ്റെ ഗെയിമാണ്, അതുവഴി അനീഷിൻ്റെ ഗെയിം ഒന്ന് താഴത്തേക്കാക്കാം. ഇപ്പം അനീഷ് എന്ന് പറഞ്ഞാൽ പൊതുവെ അവിടെ മുഖം നോക്കാതെ എന്ത് കാര്യത്തിനും മറുപടി പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അതുപോലൊരാളെ ഷാനവാസിൻ്റെ ആക്കി പിടിച്ചു കഴിഞ്ഞാൽ ഷാനവാസിന് തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടുക. അപ്പോൾ ആ രീതിയിൽ തന്നെ ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് കൂടുതലായിട്ട് അടുക്കാൻ ശ്രമിക്കുകയും അതിനൊരു പ്രോത്സാഹനം എന്ന വണ്ണം വീക്കെൻഡ് എപ്പിസോഡുകളിലുള്ള ലാലേട്ടൻ്റെ സംസാരമായാലും അനീഷിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായാലും ബിഗ് ബോസിൻ്റെ പല തരത്തിലുള്ള റിയാസ് വന്നപ്പോൾ ഇവരെ തമ്മിൽ ഈ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയിപ്പിക്കുന്നതായാലും ഒക്കെ അങ്ങനെ ബിഗ് ബോസിൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ കൊണ്ടും അനീഷ് അതിലേക്ക് വീണു എന്നുള്ളതാണ്. ഷാനവാസ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞതുപോലെ അനീഷിനെ ഷാനവാസ് വീഴ്ത്തി എന്നുള്ളതാണ്. അത് അനീഷിൻ്റെ ഗെയിമിനെ വളരെ മോശമായിട്ട് ബാധിക്കുകയും അനീഷിൻ്റെ ഗെയിം നേരെ താഴേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം അനീഷ് ഈ ഫ്രണ്ട്ഷിപ്പിനെ വളരെ ജെനുവിനായിട്ട് എടുക്കുകയും ഷാനവാസിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഷാനവാസിനെ പല കാര്യത്തിലും അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ അനീഷിന് ഉണ്ടായി. അനീഷിന്റെ ഗെയിം വളരെ മോശമാകാൻ തുടങ്ങി, അനീഷ് വീക്ക് ആവാൻ തുടങ്ങി. ഇത് അനീഷ് റിയലൈസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ കോയിനൊക്കെ മോഷ്ടിച്ച് വെച്ചിട്ട് അനീഷിനെ ഷാനവാസ് പൊട്ടം കളിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ കഴിഞ്ഞ സമയത്താണ് ഇത് പൂർണ്ണമായിട്ടും ഷാനവാസ് ഫേക്കായിട്ടാണ് നിൽക്കുന്നത്, ജെനുവിൻ അല്ല, ചതിക്കപ്പെടാം എന്നൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും അനീഷ് മനസ്സിലാക്കുന്നത് ഇന്നലെയാണെന്ന് തോന്നുന്നു. അതിനൊരു കാരണമായിട്ടുണ്ടാവുക ഒരുപക്ഷെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സാബുമാൻ ഉൾപ്പെടെ ഈ ഫ്രണ്ട്ഷിപ്പിനെ മെൻഷൻ ചെയ്തുകൊണ്ട് അനീഷ് ഇപ്പോൾ വീക്കാണ് എന്ന് പറഞ്ഞതായിരിക്കാം. അതിനും മുമ്പ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കെൻഡിൽ ഈ നെവിൻ്റെയും ഷാനവാസിൻ്റെയും വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും പിറ്റേ ദിവസം ഈ നോമിനേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പിൽ ഫ്രണ്ട് എന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അതിനേക്കാട്ടിലും വലിയ തെറ്റ് ചെയ്ത് ഫേവറേറ്റിസം കാണിച്ച് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാളായിട്ടാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ആര്യൻ പറഞ്ഞ റീസൺ. അപ്പോൾ ഇതൊക്കെ സൈലൻ്റ് ആയിട്ട് നിന്ന് അനീഷ് കേൾക്കുന്നുണ്ട്. അതിനുശേഷം നെവിൻ്റെ അടുത്ത് പോയി നിന്ന് അനീഷ് സംസാരിക്കുന്നത് കാണുന്നുണ്ട്, നെവിനെ കുറച്ചും കൂടെ കേൾക്കാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. ആദിലേനെ ഡയറക്റ്റായിട്ട് ഈ ഓപ്പൺ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറയുന്ന റീസൺസ് കേൾക്കുമ്പോൾ അങ്ങനെ കഴിഞ്ഞ വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ മുതൽ ഷാനവാസിൻ്റെ അടുത്തൊരു ഡിസ്റ്റൻസ് അനീഷ് കീപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഈ കോയിൻ്റെ വിഷയത്തിൽ അനീഷ് വളരെ ഇമോഷണലായിട്ട് ആ കോയിനെ കാണുന്നു എന്ന് കണ്ടിട്ടും അവിടെ നിന്ന് വില പേശുന്നു, അതിന് വേണ്ടിയിട്ട് തർക്കിക്കുകയൊക്കെ ചെയ്ത് വളരെ ചീപ്പായിട്ട് ഷാനവാസ് പെരുമാറിയിരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും അനീഷിനിത് ഓക്കെ ഇത് വേണ്ട, ഒരു കയ്യകലത്തിൽ നിർത്തുന്നത് തന്നെയാണ് നല്ലത് എന്ന് അനീഷിന് തോന്നിയതെന്നുള്ളതാണ്. കാരണം അനീഷ് പുറത്ത് പോയിരുന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്, ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ആലോചിക്കണം, ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്ക് വിശ്വാസവഞ്ചന നേരിടേണ്ടി വന്നത്, എപ്പോഴും ഒരു കയ്യകലത്തിൽ നിർത്തുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബിഗ് ബോസ് പോലുള്ളൊരു സ്ഥലത്ത് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് മെജോറിറ്റി കേസുകളിലും ഫ്രണ്ട്ഷിപ്പ് ഒരു ബാധ്യതയായിട്ട് മാറുന്നതും ഒരു ഭാരമായിട്ട് മാറുന്നതും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അനീഷ് പറയുന്നത് പോലെ എപ്പോഴും ഒരു കയ്യകലത്തിൽ നിർത്തി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അനീഷിൻ്റെ ഗെയിമിന് നല്ലത്.